ദാനിയേൽ. പ്രിയ കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബൈബിളിലെ 27ാമത്തെ പുസ്തകമായ ദാനിയേലിലേക്ക് കടക്കുകയാണ്. സിംഹക്കുഴിയിൽ എറിയപ്പെട്ട ദാനിയേലിന്റെ കഥ പലർക്കും സുപരിചിതമാണല്ലോ. എന്നാൽ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടുമ്പോൾ ദാനിയേൽ ഏകദേശം 80 വയസ്സിലധികം പ്രായമുള്ള ഒരു വൃദ്ധനായിരുന്നുവെന്ന് കൂട്ടുകാർക്കറിയാമായിരുന്നോ? അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയിൽ സംഭവബഹുലമായ ദാനിയേലിന്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് പോയിട്ട് വരാം. ദാനിയേൽ യഹൂദ ദേശത്തിലെ ഒരു നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പൈതലായിരുന്നു. അവൻ ബാലനായിരിക്കുമ്പോഴാണ് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് യഹൂദയെ നിരോധിക്കുകയും അന്നത്തെ രാജാവായ യെഹോയാക്കീമിനെയും കൂടെ രാജസന്തതിയിലും കുലീനന്മാരിലുമുള്ള ചിലരെയും പിടിച്ചുകൊണ്ട് തൻ്റെ ദേശത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ആ ചിലരിൽ ഉൾപ്പെട്ടതായിരുന്നു ദാനിയേലും സുഹൃത്തുക്കളും. ഇവരോടൊപ്പം നെബൂഖദ്നേസർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് പാത്രങ്ങളിൽ ചിലതും എടുത്തുകൊണ്ടുവന്ന് തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിൽ വയ്ക്കുകയും ചെയ്തു. അങ്ങനെ കൽദയദേശത്ത് എത്തപ്പെട്ട ബാലന്മാരിൽ കുലീനന്മാരിലും രാജസന്തതിയിലും പെട്ട അംഗഭംഗമില്ലാത്ത സുന്ദരന്മാരായ ബാലന്മാരെ ചിലരെ തിരഞ്ഞെടുത്ത് കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുവാൻ നെബൂഖദ്നേസർ കൽപ്പിച്ചു. ആ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ് എന്ന ബാലന്മാരും ഉണ്ടായിരുന്നു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിക്കുകയും ഇങ്ങനെ 3 വർഷം അവരെ വളർത്തിയിട്ട് അവരെ രാജസന്നിധിയിൽ നിർത്തണം എന്നും കൽപ്പിച്ചു. എന്നാൽ യഹൂദ ബാലന്മാരായ ദാനിയേലും അവന്റെ 3 സുഹൃത്തുക്കളും ദൈവം തങ്ങൾക്ക് അനുവദിക്കാത്ത ഭക്ഷണം കൊണ്ട്, അത് രാജഭോജനമാണെങ്കിൽ കൂടി തങ്ങളെ തന്നെ അശുദ്ധമാക്കില്ല എന്ന് തീരുമാനിച്ച് തങ്ങളുടെ വിചാരകനായ ബെൽസറിനോട് തങ്ങൾക്ക് അശുദ്ധി വരുത്തുവാൻ ഇടവരുത്തരുതെന്ന് അപേക്ഷിച്ചു. ആ കാര്യത്തിൽ അയാൾ ആദ്യമൊന്ന് ഭയന്നെങ്കിലും ദൈവം അയാൾക്ക് മുമ്പിൽ ദാനിയേലിനും സുഹൃത്തുക്കൾക്കും ദയ ലഭിക്കാൻ ഇടവരുത്തി. അങ്ങനെ അയാൾ 10 ദിവസം അവരെ രാജഭോജനത്തിന് പകരം കഴിക്കാൻ പച്ചക്കറികളും കുടിക്കാൻ പച്ചവെള്ളവും നൽകി പരീക്ഷിച്ചു. എന്നാൽ 10 ദിവസത്തിന് ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിക്കുന്ന മറ്റുള്ള സകല ബാലന്മാരിലും അഴകുള്ളവരും മാംസപുഷ്ടിയുള്ളവരുമാണെന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും വീഞ്ഞും നീക്കി പച്ചക്കറിയും വെള്ളവും കൊടുത്തു. തുടർന്ന് രാജാവ് കൽപ്പിച്ചിരുന്ന 3 വർഷം തികഞ്ഞപ്പോൾ മെൽസർ അവരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് അവരോട് സംസാരിച്ചപ്പോൾ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ആരെയും കണ്ടില്ല. അവൻ അവരെ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് ആക്കി. അങ്ങനെയിരിക്കെ നെബൂഖദ്നേസർ തന്റെ വാഴ്ചയുടെ 2-ാം വർഷം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കാരണം അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. അവൻ ഉറക്കമില്ലാതെയായി. എന്നാൽ അല്പസമയത്തിനുള്ളിൽ അയാൾ ആ സ്വപ്നം മറന്നുപോയി. അതിനെ തുടർന്ന് രാജാവ് ദേശത്തെല്ലായിടത്തുമുള്ള മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിച്ച് സ്വപ്നവും അർത്ഥവും വിവരിക്കുവാൻ ആവശ്യപ്പെട്ടു. സ്വപ്നമറിയാതെ അർത്ഥം അറിയിക്കാൻ ആർക്കും കഴിയില്ല എന്നവർ രാജാവിനെ അറിയിച്ചു. എന്നാൽ രാജാവിന്റെ കൽപ്പന കടുത്തതായിരുന്നു. സ്വപ്നവും അർത്ഥവും അറിയിച്ചില്ലെങ്കിൽ അവരെ കഷണം കഷണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്നും അറിയിച്ചു. ഇതറിഞ്ഞ കൽദയർ രാജാവ് ചോദിച്ച കാര്യത്തെ അറിയിക്കാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ ആർക്കും ഒരു മനുഷ്യനും കഴിയില്ലെന്ന് അറിയിച്ചു. ഇത് കേട്ട രാജാവ് കോപിച്ച് ബാബേലിലെ സകല വിദ്വാൻമാരെയും നശിപ്പിക്കാൻ കൽപ്പന കൊടുത്തു.
രാജാവിന്റെ കൽപ്പന നടപ്പിലാക്കുവാൻ പുറപ്പെട്ടവർ ആ കൂട്ടത്തിൽ ദാനിയേലിനെയും സുഹൃത്തുക്കളെയും കൂടി കൊല്ലുവാൻ തീരുമാനിച്ചു. ഇത്ര വേഗത്തിൽ ഇങ്ങനെയൊരു കൽപ്പനയുടെ കാരണമെന്ത് എന്നന്വേഷിച്ച് ദാനിയേൽ രാജാവിന്റെ അകമ്പടി നായകനായ ആര്യോക്കിനോട് കാര്യങ്ങൾ അന്വേഷിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കിയ ദാനിയേൽ വേഗത്തിൽ രാജാവിന്റെ അടുത്ത് ചെന്ന് സമയം തരണമെന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാം എന്നും പറഞ്ഞു. രാജാവ് സമ്മതിച്ചു. തുടർന്ന് ദാനിയേൽ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ തന്റെ കൂട്ടുകാരെ അറിയിക്കുകയും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ തങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ ലഭിക്കാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ ദൈവത്തെ സ്തുതിച്ചു. അനന്തരം ദാനിയേൽ ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കാൻ നിയോഗിച്ചാക്കിയിരുന്ന ആര്യോക്കിന്റെ അടുത്ത് ചെന്ന് തന്നെ രാജാവിന്റെ അടുത്ത് കൊണ്ടുചെല്ലുവാൻ അപേക്ഷിച്ചു. അയാൾ ഒട്ടും താമസിക്കാതെ ദാനിയേലിനെ രാജാവിന്റെ അടുത്ത് കൊണ്ടുചെന്നു. തുടർന്ന് ദാനിയേൽ രാജാവ് മറന്നുപോയ തന്റെ സ്വപ്നവും അതിന്റെ അർത്ഥവും വിവരിച്ചു കൊടുത്തു. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന സ്വർഗത്തിലെ ദൈവം ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നെബൂഖദ്നേസർ രാജാവിന് ഒരു സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. സ്വപ്നവും അർത്ഥവും മനസ്സിലാക്കിയ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. ഈ സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ ദാനിയേലിന്റെ ദൈവം ദൈവാദി ദൈവവും രാജാദി കർത്താവും എന്ന് രാജാവ് മനസ്സിലാക്കി. ദാനിയേലിനെ രാജാവ് മഹാനാക്കി. അതോടൊപ്പം ദാനിയേലിന്റെ അപേക്ഷ പ്രകാരം സുഹൃത്തുക്കളായ ഹനന്യാവെയും മിശായേലിനെയും അസരിയാവിനെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകരാക്കി. ദാനിയേൽ രാജാവിന്റെ അരമനയിൽ തന്നെ താമസിച്ചു. കാലങ്ങൾ കുറച്ചു മുൻപോട്ട് പോയപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സ്വർണം കൊണ്ട് ഒരു ബിംബമുണ്ടാക്കി. അതിന് 60 മുഴം ഉയരവും 6 മുഴം വണ്ണവും ഉണ്ടായിരുന്നു. അവൻ അതിനെ ദുരാസമഭൂമിയിൽ നിർത്തി. തുടർന്ന് നെബൂഖദ്നേസർ ദേശത്തിലെ എല്ലാ പ്രമുഖരെയും അതിന്റെ പ്രതിഷ്ഠയ്ക്ക് വിളിച്ചു. അങ്ങനെ എല്ലാവരും വന്നുകൂടി. അപ്പോൾ തന്നെ നെബൂഖദ്നേസർ രാജാവിന്റെ കൽപ്പന പുറപ്പെട്ടു. സംഗീതക്കാർ വാദ്യനാദസ്വരങ്ങൾ മുഴക്കുമ്പോൾ എല്ലാവരും രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും നമസ്കരിക്കാതെ ഇരുന്നാൽ അവരെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും എന്നും കൽപ്പിച്ചു. തുടർന്ന് വാദ്യസ്വരങ്ങൾ മീട്ടി. സകല വംശങ്ങളിലും ഭാഷകളിലും ജാതികളിലും ഉള്ളവർ വീണ് ബിംബത്തെ നമസ്കരിച്ചു. എന്നാൽ ഈ വന്നുകൂടിയവരുടെ കൂട്ടത്തിൽ യഹൂദന്മാരായ ദാനിയേലിന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ രാജാവിന്റെ കൽപ്പനയെ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. ഈ കാര്യം ചില കൽദയർ ചെന്ന് നെബൂഖദ്നേസർ രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് രാജാവിനെ കോപാകുലനാക്കി. രാജാവിന്റെ ഷണ്ഡാധിപൻ പേരുമാറ്റി ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് വിളിച്ച ദാനിയേലിന്റെ സുഹൃത്തുക്കൾ രാജസന്നിധിയിലേക്ക് വിളിപ്പിക്കപ്പെട്ടു. രാജാവ് അവരോട് കാര്യം തിരക്കുകയും രാജാവിന്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിലുള്ള പ്രത്യാഘാതത്തെയും ഓർമ്മപ്പെടുത്തി അവർക്ക് ഒരവസരം കൂടി നൽകാൻ തീരുമാനിച്ചു. എന്നാൽ വീണ്ടും വാദ്യഘോഷങ്ങൾ മുഴങ്ങുന്നത് വരെയൊന്നും കാത്തു നിൽക്കാതെ തങ്ങളുടെ തീരുമാനത്തെ അവർ രാജാവിനെ അറിയിച്ചു. തങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് തങ്ങളെ വിടുവിക്കാൻ കഴിയുമെന്നും, അല്ല ഒരുപക്ഷേ ദൈവം അത് ചെയ്തില്ലെങ്കിലും രാജാവിന്റെ ദേവന്മാരെയോ രാജാവ് നിർത്തിയ സ്വർണബിംബത്തെയോ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യുകയില്ലെന്നും ഉത്തരം പറഞ്ഞു. ഇത് കേട്ട രാജാവിന്റെ കോപം മൂത്തു. തീച്ചൂള പഴയതിലും 7 മടങ്ങ് ചൂട് പിടിപ്പിക്കുവാനും ഈ യഹൂദ പുരുഷന്മാരെ അതിലേക്ക് എറിയുവാനും സൈന്യത്തിലെ മഹാബലവാന്മാരായ പുരുഷന്മാരോട് രാജാവ് കൽപ്പിച്ചു. രാജകൽപ്പന അനുസരിച്ച് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവർ ബന്ധിക്കപ്പെട്ട് തീച്ചൂളയിൽ എറിയപ്പെട്ടു. അവരെ എറിഞ്ഞ പുരുഷന്മാർ
ചൂള അത്യന്തം ചൂടായിരുന്നതിനാൽ ആ അഗ്നിജ്വാലയിൽ ദഹിച്ചുപോയി. തുടർന്ന് തീച്ചൂളയിലേക്ക് നോക്കിയ നെബൂഖദ്നേസർ ആശ്ചര്യപ്പെട്ട് എഴുന്നേറ്റു വന്നു. താൻ എറിഞ്ഞ 3 പുരുഷന്മാരെ കൂടാതെ 4മതൊരാൾ കൂടി തീച്ചൂളയിൽ കെട്ടഴിഞ്ഞ് നടക്കുന്നതായി രാജാവ് കണ്ടു. 4മത്തെ ആൾ ദൈവപുത്രനെ പോലെയുള്ളവനാണെന്നും രാജാവ് മനസ്സിലാക്കി. ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവരുടെ ദൈവമാണ് അത്യുന്നതനായ ദൈവമെന്ന് രാജാവ് മനസ്സിലാക്കി. രാജാവ് അവരോട് പുറത്തു വരുവാൻ കൽപ്പിച്ചു. അവർ പുറത്തു വന്നു. തുടർന്ന് നെബൂഖദ്നേസർ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവരുടെ ദൈവത്തിന്റെ സർവാധികാരത്തെ അംഗീകരിക്കുകയും ആരെങ്കിലും ഈ ദൈവത്തിനെതിരായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണം കഷണമായി ശകലിക്കുമെന്നും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്നും കൽപ്പിച്ചു. പിന്നെ രാജാവ് ശദ്രക്കിനും, മേശക്കിനും, അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. വർഷങ്ങൾ പലത് കടന്നുപോയി. ദാനിയേൽ നെബൂഖദ്നേസറിന്റെ വിശ്വസ്തനായി തുടർന്നു. ആ ഇടയ്ക്ക് നെബൂഖദ്നേസർ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. ഇത്തവണ നെബൂഖദ്നേസർ താൻ കണ്ട സ്വപ്നം മറന്നുപോയിരുന്നില്ല. അതുകൊണ്ട് രാജാവ് തന്റെ ദേശത്തുള്ള സകല വിദ്വാൻമാരെയും വിളിപ്പിച്ച് തന്റെ സ്വപ്നം പറഞ്ഞ് അർത്ഥം പറയാൻ അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇപ്രാവശ്യവും അർത്ഥം പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ നെബൂഖദ്നേസർ ദാനിയേലിനെ വിളിപ്പിച്ചു. ദാനിയേൽ സ്വപ്നത്തിന്റെ അർത്ഥം വിവരിച്ചു. ഭൂമിയുടെ അറുതി വരെ ആധിപത്യം വ്യാപിച്ചു കിടക്കുന്ന നെബൂഖദ്നേസർ രാജാവിന്റെ മേൽ വരുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ന്യായവിധിയായിരുന്നു ആ സ്വപ്നം. ദാനിയേൽ വിവരിച്ചു കൊടുത്തതുപോലെ തന്നെ ഒരു നാൾ നെബൂഖദ്നേസർ തന്റെ രാജധാനിയെ നോക്കി ഇത് തന്റെ ധനമഹാത്മ്യത്താൽ തന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് പണിത മഹദിയാം ബാബേൽ എന്ന് അഹങ്കരിച്ചു പറഞ്ഞു. ആ അഹങ്കാരത്തിന്റെ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി. അങ്ങനെ രാജത്വം നെബൂഖദ്നേസറിനെ വിട്ട് നീങ്ങി. അവന്റെ പാർപ്പ് മനുഷ്യരുടെ ഇടയിൽ നിന്നും നീക്കപ്പെട്ടു. അവന്റെ വാസം കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിത്തീർന്നു. അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നതുവരെ അവൻ കാള എന്നതുപോലെ പുല്ല് തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ ദൈവം തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുമെന്ന് അവൻ തിരിച്ചറിയുന്നതുവരെ 7 കാലം കഴിഞ്ഞു. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. അവന്റെ ബുദ്ധി അവന് മടങ്ങി വന്നു. അവൻ അത്യുന്നതനായവനെ വാഴ്ത്തുകയും ബഹുമാനിക്കുകയും ചെയ്തു. അവന്റെ രാജത്വവും അവന് മടക്കി കിട്ടി. നെബൂഖദ്നേസർ അത്യുന്നതനായ ദൈവത്തിന്റെ സർവാധികാരത്തെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സർവഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും ദൈവം തന്നിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രസിദ്ധമാക്കുകയും ചെയ്തു. എന്നാൽ നെബൂഖദ്നേസറിന് ശേഷം വന്ന രാജാക്കന്മാർ ആ യാഥാർത്ഥ്യങ്ങളെ അവഗണിച്ച് സ്വന്തം ദേവന്മാരെ ഉണ്ടാക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. നെബൂഖദ്നേസറിന്റെ ശേഷം രാജാസനത്തിൽ എത്തിയത് അദ്ദേഹത്തിന്റെ കൊച്ചുമകനായ ബെൽഷസർ ആയിരുന്നു. അവൻ ഒരിക്കൽ തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി. ആഘോഷത്തിനിടയിൽ താൻ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിലെ ആലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് തന്റെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ എടുത്തുകൊണ്ടുവരുവാൻ കൽപ്പിച്ചു. തുടർന്ന് അവനും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും എല്ലാം ആ പാത്രങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിക്കുകയും ചെയ്തു. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈപ്പത്തി പുറപ്പെട്ട് രാജധാനിയുടെ ഭിത്തിയിൽ ഒരെഴുത്തെഴുതി.
അത് വായിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ആർക്കും കഴിഞ്ഞില്ല. ഇത് കണ്ട രാജാവിന്റെ ഭാവം മാറി. അവൻ ഭയന്ന് വിളിച്ചു. അവൻ ബാബേലിലെ സകല വിദ്വാൻമാരെയും വിളിപ്പിച്ചു. എങ്കിലും വായിക്കുവാനോ അർത്ഥം പറയുവാനോ ആർക്കും കഴിഞ്ഞില്ല. കാര്യങ്ങൾ അറിഞ്ഞ് അവിടെ എത്തിയ രാജ്ഞി ദാനിയേലിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിക്കാൻ രാജാവിനോട് പറഞ്ഞു. തുടർന്ന് ദാനിയേലിനെ വരുത്തി. ദാനിയേൽ ആ എഴുത്ത് വായിക്കുകയും അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ദാനിയേലിന്റെ വാക്കുകൾ പോലെ ആ രാത്രിയിൽ തന്നെ ബെൽശസ്സർ രാജാവ് കൊല്ലപ്പെട്ടു. അങ്ങനെ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അവസാനം വന്നെത്തുകയും ചെയ്തു. പകരം മേദ്യനായ ദാര്യാവേശ് രാജാവ് 62 വയസ്സുള്ളവനായി രാജത്വം പ്രാപിച്ചു. അങ്ങനെ സാമ്രാജ്യത്വം ബാബേലിൽ നിന്ന് മേദ്യ പാർസ്യ സഖ്യത്തിന് ലഭിച്ചെങ്കിലും ദാനിയേൽ അവിടെയും വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ദാര്യാവേശ് രാജാവ് ദാനിയേലിനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ഇതിൽ അസൂയ പൂണ്ട അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിന് വിരോധമായി രാജ്യം സംബന്ധിച്ച് ഒരു കാരണം കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ ദാനിയേൽ അത്രയ്ക്ക് വിശ്വസ്തനായിരുന്നതിനാൽ അവർക്ക് അവനിൽ യാതൊരു തെറ്റും കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ദാനിയേൽ രാജാവിനോട് വിശ്വസ്തനായിരുന്നതുപോലെ തന്നെ സ്വന്തം ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചും വിശ്വസ്തനാണെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് അവർ അത് സംബന്ധിച്ച് അവനിൽ കുറ്റം കണ്ടെത്തുവാനുള്ള നീക്കങ്ങൾ ആലോചിച്ചു. അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് അവർ രാജാവിന്റെ അടുത്ത് ചെന്നു. 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരും അപേക്ഷ കഴിക്കരുത് എന്നൊരു കൽപ്പന അവർ രാജാവിൽ നിന്ന് എഴുതി വാങ്ങി. അതിനെതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവരെ സിംഹക്കുഴിയിൽ ഇട്ടുകളയും എന്നൊരു രാജനിയമവും നിശ്ചയിച്ചു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിട്ടിരുന്നു. അതിന് ഒരു കാരണവും ഉണ്ടായിരുന്നു. ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് ശലോമോൻ ഇസ്രായേലിന്റെ ദൈവത്തിന് ഒരാലയം പണിത് അത് പ്രതിഷ്ഠിച്ചപ്പോൾ കഴിച്ച പ്രാർത്ഥനയിൽ ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ച് ദൈവം അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും അവരവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ ആ ദേശത്ത് വെച്ച് അവർ മനം തിരിഞ്ഞ് ദൈവം തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും യഹോവയുടെ ആലയത്തിലേക്കും നോക്കി പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥന കേൾക്കണം എന്ന് ശലോമോൻ ദൈവത്തോട് അപേക്ഷിച്ചിരുന്നു. ഈ അറിവ് ഉള്ളതുകൊണ്ടാവാം ദാനിയേൽ തന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു ശീലമാക്കിയത്. അതുകൊണ്ട് തന്നെ രാജാവ് എഴുതിയ രേഖയെക്കുറിച്ചുള്ള ആദിയൊന്നും ദാനിയേലിന് ഒട്ടുമുണ്ടായിരുന്നില്ല. ഈ സമയമായപ്പോഴേക്കും ദാനിയേൽ ബാബേലിൽ എത്തിയിട്ട് ഏകദേശം 65 വർഷങ്ങൾ ആയിട്ടുണ്ടായിരുന്നു. ദാനിയേൽ തന്റെ പതിവ് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഈ അവസരത്തിന് വേണ്ടിയാണ് ദാനിയേലിന്റെ ശത്രുക്കൾ കാത്തിരുന്നത്. ഉടനെ തന്നെ അവർ രാജസന്നിധിയിൽ ചെന്ന് കാര്യമറിയിച്ചു. അവരുടെ വാക്കുകൾ കേട്ട രാജാവിന് പ്രയാസമായി. ദാനിയേലിനെ രക്ഷിക്കാൻ സൂര്യൻ അസ്തമിക്കുന്നതുവരെ രാജാവ് പ്രയത്നം ചെയ്തു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിനെ രാജാവിന്റെ കൽപ്പനയെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് നിർബന്ധിച്ചു. തുടർന്ന് രാജാവിന്റെ കൽപ്പനയാൽ അവർ 80 വയസ്സിലധികം പ്രായമുള്ള ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ കുഴിയിൽ ഇട്ടു. അവർ ഒരു കല്ലുകൊണ്ട് ഗുഹയുടെ വാതിലടച്ച് അതിന് മുദ്രയിടുകയും ചെയ്തു. ദാനിയേൽ ഇടവിടാതെ സേവിച്ചു വരുന്ന ദാനിയേലിന്റെ ദൈവം അവനെ രക്ഷിക്കും എന്നുള്ള വിശ്വാസം രാജാവിനുണ്ടായിരുന്നു. എങ്കിലും ആ രാത്രിയിൽ അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് രാജാവ് സിംഹഗുഹയുടെ അടുത്ത് ചെന്ന് ദാനിയേലിനെ വിളിച്ചു.
ദാനിയേൽ രാജാവിന്റെ വിളി കേട്ടു. സിംഹങ്ങൾ ദാനിയേലിന് കേടുവരുത്താതിരിക്കാൻ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായ് അടച്ചിരുന്നു. ദാനിയേലിന്റെ സത്യസന്ധത മനസ്സിലാക്കിയ രാജാവ് വളരെയധികം സന്തോഷിച്ചു. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു കേടും പറ്റിയതായി കണ്ടില്ല. പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്ന് അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ സിംഹങ്ങൾ അവയെ പിടിച്ച് അവരുടെ അസ്ഥികളെയൊക്കെയും തകർത്തു കളഞ്ഞു. അന്ന് ദാര്യാവേശ് രാജാവ് മുമ്പ് നെബൂഖദ്നേസർ രാജാവ് എഴുതിയതുപോലെ തന്റെ രാജാധിപത്യത്തിന് കീഴിലുള്ള എല്ലാവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണം എന്ന ഒരു കൽപ്പന എഴുതി പ്രസിദ്ധപ്പെടുത്തി. ദാനിയേൽ ഒരു ബാലനായി ബാബേലിൽ വന്നതു മുതൽ ഇതുവരെ 3 രാജാക്കന്മാരുടെ കാലത്ത് ശത്രുക്കൾക്ക് പോലും ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിയാത്ത വിധത്തിൽ വിശ്വസ്തയോടെ സേവ ചെയ്യുകയും അതോടൊപ്പം ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ദാനിയേൽ ദൈവത്തിന് ഏറ്റവും പ്രിയപുരുഷനായി തീർന്നു. രാജാതിരാജാവെന്ന് ദാനിയേൽ വിശേഷിപ്പിച്ച നെബൂഖദ്നേസർ തന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ ഇനിമേൽ സംഭവിക്കാനുള്ളത് എന്ത് എന്ന് ചിന്തിച്ച് വിഷമിച്ചപ്പോൾ ദൈവം രാജാവിനൊരു സ്വപ്നത്തിൽ കൂടി കാര്യങ്ങൾ അറിയിക്കുകയും ദാനിയേൽ അതിന്റെ അർത്ഥം വിവരിച്ചു കൊടുത്തതുമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. നെബൂഖദ്നേസറിന് ശേഷം ബെൽശസ്സറിന്റെ 1-ാം ആണ്ടിലും 3-ാം ആണ്ടിലും സമാനമായ ദർശനങ്ങൾ ദാനിയേലിനും ഉണ്ടായി. നെബൂഖദ്നേസറിന് ശേഷം വരാനിരിക്കുന്ന ബാബിലോണിനേക്കാൾ ചെറുതും എന്നാൽ ശക്തിയുള്ളതുമായ 4 രാജ്യങ്ങളെക്കുറിച്ചുള്ള ദർശനങ്ങൾ ദാനിയേലിനും ഉണ്ടായി. ഈ ദർശനങ്ങളുടെ ഒരു പൂർത്തീകരണം ദാനിയേലിന്റെ കാലത്ത് തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ദാനിയേൽ ബെൽശസ്സറിന്റെയും ദാര്യാവേശിന്റെയും കാലത്ത് കണ്ട എല്ലാ ദർശനങ്ങളും ബഹുകാലത്തേക്കുള്ളതാണെന്നും അന്ത്യകാലത്ത് അതിന് ഒരു പൂർത്തീകരണം കൂടി ഉണ്ടെന്നും ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതിൽ ദൈവം പ്രവാചകന്മാരിൽ കൂടി ഭാഗമായി മാത്രം വെളിപ്പെടുത്തിയ സഭയെന്ന മർമ്മവും മഹാപീഡനകാലവും എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനവും ഇസ്രായേലിന്റെ പുനഃസ്ഥാപനവും 1000 ആണ്ട് വാഴ്ചയും അന്ത്യന്യായവിധിയും എല്ലാം ഉണ്ടായിരുന്നു. ഈ ദർശനങ്ങളെ ദാനിയേൽ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചു. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ ദാനിയേൽ ബോധം കെട്ടു. കുറെ ദിവസം അവൻ രോഗിയായി കിടന്നു. ദർശനങ്ങളുടെ ആധിക്യത്താൽ ബലമില്ലാതായ ദാനിയേലിനെ ദൈവത്തിന്റെ ദൂതൻ വന്ന് ബലപ്പെടുത്തി. യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്ന് യിരെമ്യാ പ്രവാചകന്റെ പ്രവചന പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിക്കുകയും ചെയ്ത ദാനിയേൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നു. അപ്പോൾ തന്റെ ജനത്തിന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നത് ഗ്രഹിപ്പിക്കാൻ ദൈവം തന്റെ ദൂതനായ ഗബ്രിയേലിനെ അയച്ചു. എന്നാൽ ആ ദർശനങ്ങളെ പരസ്യമായി വെളിപ്പെടുത്താൻ ദാനിയേലിന് ദൈവം അനുവാദം നൽകിയില്ല. ദർശനങ്ങൾ ബഹുകാലത്തേക്കുള്ളതാകിയാൽ അന്ത്യകാലം വരെ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുവാൻ ദൈവം കൽപ്പിച്ചു. അത് ദാനിയേൽ അനുസരിച്ചു. തുടർന്ന് കാലാവസാനത്തിങ്കിൽ തന്റെ ഓഹരി പ്രാപിക്കുന്നതിനു വേണ്ടി എഴുന്നേൽക്കുവാൻ ദാനിയേൽ ഈ ലോകത്തിലെ തന്റെ പ്രയത്നത്തെ തികച്ച് തന്റെ വിശ്രമത്തിലേക്ക് കടന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.